മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിൽ കാണിച്ചു തന്ന, മഹാന്യ പ്രവാചകൻ സഹാബത്തിനെ പഠിപ്പിച്ച, അതുപോലെ തന്നെ നിരോധിച്ച പല കാര്യങ്ങളുമുണ്ട്. യഈശ് ഇബ്നു തഹ്ഫത്തുൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ, റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അദ്ദേഹം പറയുകയാണ്, ആര്? യഈശ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല അബി, എൻ്റെ വാപ്പ തഹ്ഫ എന്നവർ പറഞ്ഞു, ബൈനമ അന മുദ്തജിഉൻ ഫിൽ മസ്ജിദി അലാ ബത്നി, ഞാൻ പള്ളിയിൽ എൻ്റെ വയറിൻ്റെ മേൽ കിടക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ കമഴ്ന്ന് കിടക്കുകയായിരുന്നു. പള്ളിയിൽ ഞാൻ കമഴ്ന്ന് കിടക്കുകയായിരുന്നു. ആരാ പറയുന്നത്? യഈശ് തന്റെ വാപ്പ തഹ്ഫത്ത് റളിയല്ലാഹു തആല. ഇദാ റജുലുൻ യുഹർരികുനി ബിരിജ്ലിഹി, അപ്പോഴാ ഒരാൾ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ കാലുകൊണ്ട് എന്നെ ഇളക്കുകയാണ്, ചലിപ്പിക്കുകയാണ്. ഫഖാല, എന്നിട്ട് ഞാൻ ഉണർന്ന ഉടനെ എന്നോട് ആ വന്നയാൾ പറഞ്ഞു, ഇന്ന ഹാദിഹി ലജഅത്തുൻ യബ്ഗദുഹ അല്ലാഹ്, തീർച്ചയായും ഈ കിടത്തം, എൻ്റെ ഉദരത്തിൻ്റെ മേലുള്ള ഈ കിടത്തം, കമഴ്ന്ന് കിടക്കുന്ന ഈ കിടത്തം, യബ്ഗദുഹ അല്ലാഹ്, അല്ലാഹു ദേഷ്യപ്പെടുന്ന കിടത്തമാണ്. അതായത് അത് മൻഹിയായ കാര്യമാണ്, നിരോധിച്ച കാര്യമാണ് എന്ന സൂചനയാണ് അതിലൂടെ. മജാസാണ്. ഒരു കാര്യം പറഞ്ഞിട്ട് മറ്റൊന്ന് ഉദ്ദേശിക്കുക. അല്ലാഹ് കോപിക്കുമെന്ന് പറഞ്ഞു, അതായത് ഇത് നിരോധിച്ച കാര്യമാണ്, പാടില്ലാത്ത കാര്യമാണ്. കാരണം അല്ലാഹു തആല തൃപ്തിപ്പെടുന്ന കാര്യങ്ങളെല്ലാം, തൃപ്തിപ്പെടാത്ത കാര്യങ്ങളെല്ലാം നിരോധിക്കപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ അള്ളാഹുവിന് കോപമുള്ള കാര്യം അത് നിരോധിക്കപ്പെട്ട കാര്യമാണ്. അപ്പൊ മൻഹിയായ നിരോധിക്കപ്പെട്ട കാര്യമാണ്, അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത, അള്ളാഹു കോപിക്കുന്ന കിടത്തമാണ് ഇതെന്ന് പറഞ്ഞാൽ ഈ കിടത്തം നിരോധിക്കപ്പെട്ട കിടത്തമാണ്. നിവേദനം ചെയ്യുന്ന മഹാനായ യഈശ് റളിയല്ലാഹു പറയാണ്, ഫനളർത്തു, അപ്പോൾ ഞാൻ നോക്കി, എന്നോട് ഈ പറഞ്ഞ ആളെ കുറിച്ച് ഞാൻ നോക്കി, ഫൈദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു.